മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം 1215. ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവ്. അയ്യോ, ഞാനതെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, നമ്മളിന്ന് കാണാൻ പോകുന്ന മാഗ്ന കാർട്ട സ്മാരകമാണ്. ഫസ്റ്റ് കാണുന്നത് റിറ്റിൻ വാട്ടറാണ്. ഇത് ഇംഗ്ലണ്ടിലെ ഈഗം എന്ന സ്ഥലത്ത് റണ്ണിമീഡ് എന്ന പ്രദേശത്തുള്ള ഒരു ആധുനിക കലാസൃഷ്ടിയാണ്. 1215 ജോൺ രാജാവ് ഒപ്പുവെച്ച മാഗ്ന കാർട്ടയുടെ ആദരവായി നിർമ്മിച്ചതാണിത്. ഇത് കിണറിൻ്റെ ആകൃതിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു പൂളുണ്ട്. ഇതിനെയാണ് റിറ്റിൻ വാട്ടർ എന്ന പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം സർക്കിൾ ഷേപ്പിൽ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഈ പൂളിൻ്റെ ചുറ്റുമതിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്ത് വെള്ളത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആ എഴുതിയിരിക്കുന്നത് നോ ഫ്രീ മെൻ ഷാൽ ബി സീസ്ഡ് ഓർ ഇംപ്രിസൺ എക്സെപ്റ്റ് ബൈ ദ ലോഫുൾ ജഡ്ജ്മെൻറ്റ് ഓഫ് ഹിസ് ഈക്വൽസ് ഓർ ബൈ ദ ലോ ഓഫ് ദ ലാൻഡ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യാവകാശ സംരക്ഷണങ്ങളുടെ അടിസ്ഥാനം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മാഗ്ന കാർട്ട മെമ്മോറിയൽ. ഇത് 1957 അമേരിക്കയിലെ ബാർ അസോസിയേഷൻ സ്ഥാപിച്ച ഒരു സ്മാരകമാണ്. മാഗ്ന കാർട്ടയുടെ സ്മരണാർത്ഥമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ നടുവിൽ മാഗ്ന കാർട്ടയുടെ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ നീതിന്യായത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും തുടക്കമായി മാഗ്ന കാർട്ട കണക്കാക്കപ്പെടുന്നതിന് ഈ സ്മാരകം ആധുനിക വ്യവസ്ഥയുടെ ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ PV നരസിംഹറാവു നട്ട ഒരു ഓക്ക് മരമാണ് ഈ കാണുന്നത്. ഫ്രീഡം, ഡെമോക്രസി ആൻഡ് ദ റൂൾ ഓഫ് ലോ എന്നിവയിലുള്ള ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റിനെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു 50 കൽപ്പടികൾ കടന്ന് നമ്മൾ എത്തുന്നത് ജോൺ F കെന്നഡിയുടെ സ്മാരകത്തിലേക്കാണ്. ജോൺ F കെന്നഡിയും മാഗ്ന കാർട്ടയും തമ്മിൽ നേരിട്ട് ചരിത്രപരമായി ബന്ധമില്ല. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ബന്ധമുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫലകം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മെമ്മോറിയലിനുള്ള സ്ഥലം ബ്രിട്ടീഷ് സർക്കാർ US സർക്കാരിന് ഔപചാരികമായി നൽകിയതും സവിശേഷതയാണ്. മാഗ്ന കാർട്ട എന്നത് 1215 ഇംഗ്ലണ്ടിലെ രാജാവായ ജോൺ ഒപ്പുവെച്ചൊരു നിയമരേഖയാണ്. രാജാവിൻ്റെ അതിക്രമമായ നികുതികളും തീർച്ചയില്ലാത്ത ആധിപത്യവും കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ ഇതിനെതിരെ രൂപവൽക്കരിച്ച ഒരു മഹാസന്ധിയാണ് മാഗ്ന കാർട്ട. നിയമം രാജാവിനേക്കാൾ ഉയർന്നതാണെന്ന് രേഖയിൽ പ്രഖ്യാപിച്ചു. ആരെയും കോടതി വിധി കൂടാതെ തടവിലാക്കാനോ ശിക്ഷിക്കപ്പെടാനോ പാടില്ല. രാജാവിന് നികുതികൾ ഉയർത്തുന്നതിന് അംഗീകാരം വേണമെന്ന് രേഖപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യാവകാശ സംരക്ഷണങ്ങളുടെ അടിസ്ഥാനമാണ് മാഗ്ന കാർട്ടയും ഈ നിയമങ്ങളും എല്ലാം. ഇത് ആധുനിക നിയമവ്യവസ്ഥയുടെ പ്രതീകമായി കണക്കാക്കുന്നു.